7 ടിക്കറ്റുകളാണ് ദിവസേനയുള്ളത്. എല്ലാ ദിവസവും ഓരോ ടിക്കറ്റ് വെച്ചുണ്ട്. പ്രതിദിന ടിക്കറ്റുകൾ 7 എണ്ണമാണ്. അതിൻ്റെ ഒന്നിൻ്റെ വില നേരത്തെ 50 രൂപയായിരുന്നു, ബാക്കി 6ഉം 40 രൂപയായിരുന്നു. ഇപ്പം ആ 6 ടിക്കറ്റുകൾക്കും 50 രൂപയാക്കുവാൻ വേണ്ടിയുള്ള വിജ്ഞാപനം 3 ടിക്കറ്റിന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് പിൻവലിക്കണം. മുഖവില വർധനവ് ഈ രംഗത്ത് തൊഴിലെടുക്കുന്ന സാധാരണക്കാരായ തൊഴിലാളിക്ക്, ചെറുകിട വ്യാപാരികൾക്കൊക്കെ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ലോട്ടറി മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലോട്ടറി ടിക്കറ്റിന് ക്ഷാമമുണ്ട്. കേരള ലോട്ടറിയുടെ 30% ടിക്കറ്റ് അന്യസംസ്ഥാനത്താണ് ഇപ്പോൾ വിൽക്കപ്പെടുന്നത്. അന്യസംസ്ഥാനത്ത് കേരള ലോട്ടറി വിൽക്കാൻ പാടില്ല. അപ്പോൾ നിയമവിരുദ്ധമായി അന്യസംസ്ഥാനത്ത് വിൽക്കുന്ന ടിക്കറ്റുകൾ തടയപ്പെട്ടാൽ കേരളത്തിൽ ലോട്ടറി ക്ഷാമം ഉണ്ടാവുകയില്ല. ടിക്കറ്റ് വിതരണത്തിൽ കൃത്യമായി മാനദണ്ഡമില്ലാത്തതുകൊണ്ട് വൻകിടക്കാരും അനർഹരായ അന്യസംസ്ഥാനത്തേക്ക് കൊടുത്തിക്കൊണ്ടുപോകുന്നവരും ടിക്കറ്റ് കൈക്കലാക്കി വിൽപ്പന നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇനിയും മുഖവില വർദ്ധിച്ചാൽ അത്തരം ആളുകൾക്ക് തന്നെയായിരിക്കും കൂടുതൽ ലാഭമുണ്ടാവുക. കേരളത്തിലെ ലോട്ടറി മേഖലയിൽ ടിക്കറ്റ് വിൽക്കുന്ന സാധാരണ തൊഴിലാളിയുടെ വിൽപ്പന കപ്പാസിറ്റി കുറഞ്ഞ് ഇവിടെ അവൻ്റെ തൊഴിലും കൂലിയും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ലോട്ടറിയുടെ ക്ഷാമം പരിഹരിക്കാൻ മുഖവില വർദ്ധിപ്പിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. മുഖവില വർദ്ധിച്ചാൽ ടിക്കറ്റിൻ്റെ വിൽപ്പന കപ്പാസിറ്റി കുറയും, അപ്പോൾ ക്ഷാമം കുറയും. അതെന്ത് ലോജിക്കാണ്? ലോട്ടറി തൊഴിലാളി തൊഴിലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ ആവശ്യമായും വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായും ഇടപെടലും സഹായവും നടത്തിക്കൊണ്ടിരിക്കേണ്ട സർക്കാർ ഇന്ന് അല്ലെങ്കിൽ ലോട്ടറി വകുപ്പ് അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്.